സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, ദേവി ശരണം. അമ്മേ സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. അഷ്ടമസ്കന്ധം 24-ാമത്തെ അധ്യായമാണ് അവലോകനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദേവി ആരാധന വിധികളെയാണ് ഇവിടെ നാരായണ ഋഷി നാരദന് പറഞ്ഞുകൊടുക്കുന്നത്. 46-ാമത്തെ ശ്ലോകം മുതൽ ഇന്നലെ പറഞ്ഞ മാതിരി 55-ാമത്തെ ശ്ലോകം വരെയുള്ള 10 ശ്ലോകങ്ങളിൽ കൂടി ആ ദേവിയുടെ വിവിധ രൂപങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ദേവിയെ സ്തുതിക്കാനായിട്ടുള്ള സ്തുതി മന്ത്രങ്ങളാണതെല്ലാം, സ്തോത്രങ്ങളാണതെല്ലാം. ജപിക്കുന്നത് ദിനവും വളരെ നല്ലതാണ്. ഇങ്ങനെ ഏവം സ്തവേന ദേവേശീം പൂജനാന്തേ സ്തുവീദതാം വ്രതസ്യ സകലം പുണ്യം ലഭതേ സർവദാ നര. ഇങ്ങനെ പൂജാവസാനത്തിൽ ദേവിയെ ഈ മന്ത്രങ്ങളെ ജപിച്ചുകൊണ്ട്, ശ്ലോകങ്ങൾ ജപിച്ചുകൊണ്ട് വാഴ്ത്തി സ്തുതിച്ചാൽ വ്രതത്തിൻ്റെ പുണ്യമെല്ലാം ഉടൻ തന്നെ ലഭിക്കും. ദേവി പ്രീതികരമായ ഈ സ്തോത്രം നിത്യവും ചൊല്ലുന്ന മനുഷ്യനെ ആദിവ്യാധികളൊന്നും ബാധിക്കുകയില്ല, അവന് ശത്രുബാധയുണ്ടാവില്ല. അർത്ഥം, അതായത് ധനം ആഗ്രഹിക്കുന്നവന് ധനം ലഭിക്കും, ധർമ്മം ആഗ്രഹിക്കുന്നവന് ധർമ്മം ലഭിക്കും, കാമനകളുള്ളവനൊക്കെ കാമനകളെല്ലാം സമ്പൂർണമാകും, മോക്ഷാർത്ഥിക്ക് മോക്ഷവും നേടാം. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന ചതുർഫല പുരുഷാർത്ഥവും നേടാൻ സാധിക്കും. ബ്രാഹ്മണൻ വേദജ്ഞനാകും, ക്ഷത്രിയൻ വിജയിയാകും, വൈശ്യൻ ധനാഢ്യനാകും, ശൂദ്രൻ അത്യന്തം ഉള്ളവനായി ഭവിക്കും. ഈ സ്തോത്രം ശ്രാദ്ധ സമയത്ത് ശ്രദ്ധയോടെ ചൊല്ലുന്ന പക്ഷം പിതൃക്കൾക്ക് കൽപ്പാന്തത്തോളം നീണ്ടു നിൽക്കുന്ന പ്രീതിയുണ്ടാവും. ദേവന്മാർ പോലും ദേവിയെ ഇപ്രകാരം ഈ സ്തോത്രങ്ങളെ സ്തുതിച്ച് പൂജിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ വിധത്തിൽ ഭക്തിയോടെ ദേവീ പൂജ ചെയ്യുന്നവന് ആ ദേവിയുടെ ലോകം പ്രാപ്യമാകും. ദേവീ പൂജ കൊണ്ട് സർവ അഭിഷ്ടങ്ങളും സാധിക്കാം, സർവ പാപങ്ങളും നശിച്ച ഒടുവിൽ മനസ്സ് ശുദ്ധമാകും അവൻ്റെ. അതുകൊണ്ട് ഹേ നാരദ, ജഗദംബയുടെ പ്രസാദത്താൽ ദേവീ പൂജ ചെയ്യുന്നവൻ എവിടെയിരുന്നാലും അവൻ പൂജ്യനും ധനമാനാദികളിൽ മാന്യനായിട്ടും യശസ്സുള്ളവനുമായിട്ടും ഭവിക്കും. സ്വപ്നത്തിൽ പോലും അവന് നരക ഭയം ഉണ്ടാവുകയില്ല. മഹാമായ പ്രസാദത്താൽ പുത്രപൗത്രന്മാരൊക്കെ വർദ്ധിക്കും. ദേവീഭക്തന് ഇങ്ങനെ സംഭവിക്കും എന്നതിന് സംശയമില്ല. ഇപ്രകാരം ഞാൻ നരകോദ്ധാരണ ലക്ഷണവും സർവമംഗളങ്ങളും നൽകുന്ന ദേവീപൂജയും മാസക്രമം അനുസരിച്ച് ചെയ്യേണ്ട പൂജയും അങ്ങക്കിതാ പറഞ്ഞു തന്നു കഴിഞ്ഞു. ഈ പൂജകളെല്ലാം പൂർണ്ണമായി ചെയ്യുന്നവനെ രോഗബാധ ഭയങ്ങളൊന്നും ഉണ്ടാവുകയില്ല. ഇനി ഞാൻ നാമം, രൂപം, ഉൽപ്പത്തി എന്നിവയാൽ ജഗത്തിന് ആനന്ദം നൽകുന്നതായിട്ടുള്ള ഉത്തമമായ പ്രകൃതി പഞ്ചകത്തെപ്പറ്റി പറയാം. ഹേ നാരദ, ആ പ്രകൃതി പഞ്ചകത്തിൻ്റെ മഹാത്മ്യം ഉൾപ്പെടെയുള്ള കഥ കുതൂഹലകരവും വളരെ മുക്തിപ്രദവുമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അഷ്ടമസ്കന്ധത്തിലെ 24-ാമത്തെ അധ്യായവും ഇതോടുകൂടി ഈ അഷ്ടമസ്കന്ധവും സമാപിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ ആ നരകഭയം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ, അല്ലേ, ആ നരകത്തെക്കുറിച്ചാണല്ലോ നമ്മൾ കേട്ടത് 23-ാമത്തെ അധ്യായത്തിലും 22-ാമത്തെ അധ്യായത്തിലും. അപ്പോൾ 22, 23 എന്നീ അധ്യായങ്ങളിലൂടെ കേട്ട ആ പാപകർമ്മം ചെയ്താൽ കിട്ടുന്നതായിട്ടുള്ള നരകത്തിനെക്കുറിച്ച് കേട്ട് ആ അവസ്ഥ എങ്ങനെ തരണം ചെയ്യാമെന്നുണ്ടെങ്കിൽ ദേവീ ആരാധനയിൽ കൂടി അതിനെ നമുക്ക് മറികടക്കാം.
ആ ദേവി ആരാധനയിൽ കൂടി നമ്മുടെ മനസ്സ് അത് ആ പാപവാസനകളില്ലാതെ പാപരഹിതമായി തീരും. വാസനകളാണല്ലോ, പാപവാസനകളും പുണ്യം ചെയ്യാനുള്ള വാസനകളും. പുണ്യവാസന പുണ്യകർമ്മങ്ങളിലേക്കും പാപവാസന പാപകർമ്മങ്ങളിലേക്കും നമ്മളെ നയിക്കുന്നു. ദേവിയെ ആരാധിക്കുന്നത് കൊണ്ട് ആ പാപകർമ്മ വാസന തന്നെ നമ്മളിൽ ഇല്ലാതെ വേരറ്റ വൃക്ഷം മാതിരി അത് ക്ഷയിച്ചു പോകുന്നു. അതേസമയം ദേവിയെ പൂജിക്കുന്നത് കൊണ്ട്, ദേവിയുടെ ആരാധന കൊണ്ട് നമുക്ക് ആ പുണ്യങ്ങളെ നേടാൻ കഴിയണു. അപ്പോൾ ഈ ജന്മജന്മാന്തരമായിട്ടുള്ള ഈ കർമ്മഫലങ്ങളായിട്ടുള്ള നരകയാതനകൾ അനുഭവിക്കേണ്ട എന്നുണ്ടെങ്കിൽ അതിന് ഏവ മാർഗം അതിപരാശക്തിയായ ജഗദംബയായ ദേവിയെ ഈ 24-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞ വിധാനേന നമുക്ക് കഴിയുന്ന വിധത്തിൽ ആ ദേവിയെ ആരാധിക്കുക. ഇതിൽ ഒരുപാട് ആരാധനാ ക്രമങ്ങളും മറ്റുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെയൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യാം. പക്ഷെ അതുപോലെ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ദേവി ആരാധന മനസ്സുകൊണ്ട്, പൂർണ്ണ മനസ്സുകൊണ്ട് നമ്മളുടെ ശക്തിക്കനുസരിച്ച് നമ്മൾ ചെയ്തു എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലം കിട്ടാതെ കണ്ടിരിക്കില്ല. മാത്രമല്ല, ഇവിടെ പറഞ്ഞതായിട്ടുള്ള പൂജകളൊന്നും വളരെയധികം വലിയ പൂജകളോ വളരെ വിലപിടിപ്പുള്ള സാധനങ്ങളോ ഒന്നുമല്ല. വളരെ നമ്മൾ നിത്യോപയോഗത്തിന് ഉപയോഗിക്കുന്നതായിട്ടുള്ള പല സാധനങ്ങളും തന്നെയാണ് ഇവിടെ ദേവിക്ക് നിവേദ്യമായിട്ട് സമർപ്പിക്കാനും ദാനമായിട്ട് കൊടുക്കാനും ഒക്കെ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആവുന്ന വിധത്തിൽ ഈ പൂജകളെല്ലാം നമ്മൾ ചെയ്തു വന്നാൽ അത് നമുക്ക് ഈ പാപമാർഗത്തിൽ നിന്നും നരകലോകത്തിൽ നിന്നും നമുക്ക് മുക്തിമാർഗത്തിലേക്ക്, ദേവിയുടെ പാദങ്ങളിൽ എത്തിച്ചേരാനായിട്ട് നമ്മളെ സഹായിക്കും. തിഥിവാര നക്ഷത്രങ്ങൾക്കനുസരിച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള പൂജകൾ ഇവിടെ വിശദമായിട്ട് പറയുകയുണ്ടായി. പറ്റുന്നത് മാതിരിയെല്ലാം നമ്മൾ ചെയ്താൽ എല്ലാ നക്ഷത്രങ്ങളിലും ചെയ്യാൻ പറ്റില്ലെങ്കിലും അവനവൻ്റെ ജന്മനക്ഷത്രങ്ങളിലെങ്കിലും